വിഷ്വൽ പാത്വേ എന്ന് പറഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പൾസസ് സെറിബ്രൽ കോർട്ടക്സിലേക്ക് എത്തുന്ന പാത്വേയാണ് വിഷ്വൽ പാത്വേ എന്ന് പറയുന്നത്. വിഷ്വൽ പാത്വേ സ്റ്റാർട്ട് ചെയ്യുന്നത് റെറ്റിനയിൽ നിന്നാണ്, എൻഡ് ചെയ്യുന്നത് വിഷ്വൽ കോർട്ടക്സ് സെറിബ്രൽ കോർട്ടക്സിലുള്ള വിഷ്വൽ കോർട്ടക്സിലാണ് എൻഡ് ചെയ്യുന്നത്. വിഷ്വൽ പാത്വേനെ ഒപ്റ്റിക് പാത്വേ എന്നും കൂടി പറയാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഒപ്റ്റിക് പാത്വേ. അതായത് ഈ പാത്വേയിൽ ഇറ്റ് ഈസ് ദ പാത്വേ ഇൻ വിച്ച് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ഫ്രം ദി റെറ്റിന ടു ദ വിഷ്വൽ കോർട്ടക്സ്. ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷനാണ് എവിടെ നിന്ന്? റെറ്റിനയിൽ നിന്ന് വിഷ്വൽ കോർട്ടക്സിലേക്ക്. ഫോട്ടോ റിസപ്റ്റർ സെൽസ് റെറ്റിനയിലുള്ള കോൺ സെൽസും റോഡ് സെൽസും ലൈറ്റ് റിസപ്റ്റേഴ്സ് ആയിട്ടാണ് ഇമേജിനെ റിസീവ് ചെയ്യുന്നത്. ഈ ലൈറ്റ് റിസപ്റ്റേഴ്സ് ന്യൂറൽ സിഗ്നൽസ് ആയിട്ട് റെറ്റിനയിൽ നിന്നും വിഷ്വൽ കോർട്ടക്സിലേക്ക് എത്തുന്നു. നമുക്ക് രണ്ട് കണ്ണുകളാണ് ഉള്ളത്. ഈ കണ്ണിന് ഐക്ക് വിഷ്വൽ ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് നമുക്ക് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു എക്സാക്റ്റ് പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയയാണ് വിഷ്വൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഈ വിഷ്വൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഓരോ ഐക്കും രണ്ട് പാർട്ട് ഉണ്ട്. അൺഈക്വൽ ഡിവിഷനാണ് നടക്കുന്നത്. അതിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ട്. അതിനൊരു നേസൽ റീജിയൻ ഉണ്ട്, ഒരു ഔട്ടർ ടെമ്പോറൽ റീജിയൻ ഉണ്ട്. നേസൽ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ മൂക്ക് വയ്ക്കുക. അതായത് മൂക്കിന് രണ്ട് സൈഡിലും രണ്ട് കണ്ണാണെങ്കിൽ ആ മൂക്കിനോട് ചേർന്നിട്ടുള്ള റീജിയനാണ് നേസൽ റീജിയൻ എന്ന് പറയുന്നത്. അടുത്ത റീജിയനാണ് ടെമ്പോറൽ റീജിയൻ എന്ന് പറയുന്നത്. നമുക്ക് ബൈനോക്കുലർ വിഷൻ ആണെന്ന് പറഞ്ഞു. അതായത് ടെമ്പോറൽ റീജിയനിൽ പതിക്കുന്ന റേസ്, ലൈറ്റ് റേസ് നമ്മുടെ നേസൽ പാർട്ട് ഓഫ് ദി കറസ്പോണ്ടിങ് റെറ്റിനയിലാണ് എന്ത് ചെയ്യുന്നത്? എത്തുന്നത്. അതേപോലെ തന്നെ നേസൽ റീജിയനിൽ പതിക്കുന്ന ലൈറ്റ് റേസ് ടെമ്പോറൽ പാർട്ട് ഓഫ് ദി റെറ്റിനയിലാണ് എന്ത് പതിക്കുന്നത്. അടുത്തത് വിഷ്വൽ റിസപ്റ്റേഴ്സ്. വിഷ്വൽ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. വിഷ്വൽ റിസപ്റ്റേഴ്സിനെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഏതൊക്കെയാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ്? റോഡ് സെൽസും കോൺ സെൽസും. റോഡ് സെൽസ് ഫോർ ദി നൈറ്റ് വിഷൻ ആൻഡ് കോൺ സെൽസ് ഫോർ ദി കളർ വിഷൻ. ഈ വിഷ്വൽ റിസപ്റ്റേഴ്സിൻ്റെ ഫൈബേഴ്സ്, അതായത് ആക്സോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ബൈപോളാർ സെൽസ് ഓഫ് ദി ഇന്നർ ന്യൂക്ലിയർ ലെയർ ഓഫ് റെറ്റിന. റെറ്റിനയുടെ ഇന്നർ ന്യൂക്ലിയർ ലെയറിലുള്ള ബൈപോളാർ സെൽസിൻ്റെ ഡെൻഡ്രൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? സിനാപ്സ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഫോട്ടോ റിസപ്റ്റർ സെൽസ് അത് റെറ്റിനയിലാണ്. ഈ റെറ്റിനയിലേക്ക് 10 ലെയർ ഉണ്ട്. അതിലൊരു ലെയറാണ് ഇന്നർ ന്യൂക്ലിയർ ലെയർ എന്ന് പറയുന്നത്. ഈ ഫോട്ടോ റിസപ്റ്റർ സെൽസിൽ നിന്നും മെസ്സേജ് പോകുന്നത് ഈ പറയുന്ന ബൈപോളാർ സെൽസിൻ്റെ ഡെൻഡ്രൈറ്റുകളാണ് ഈ മെസ്സേജിനെ റിസീവ് ചെയ്യുന്നത്. ഇനി ഇതിൽ പഠിക്കുന്ന ന്യൂറോൺസിൻ്റെ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ന്യൂറോൺസുകളുണ്ട്. ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ഉണ്ട്, സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് ഉണ്ട്, തേർഡ് ഓർഡർ ന്യൂറോൺസ് ഉണ്ട്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്വേ പഠിക്കാൻ സുഖമായിരിക്കും. ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ എന്ന് പറയുന്നത് റെറ്റിനയിലെ ബൈപോളാർ സെൽസാണ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഫോട്ടോ റിസപ്റ്റർ സെൽസ് എന്നും ഇമ്പൾസസ് ആര് വാങ്ങുന്നു? ഈ പറയുന്ന ബൈപോളാർ സെൽസ്. ഈ ബൈപോളാർ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഓർഡർ ന്യൂറോണാന്ന് പറയുന്നത്. ഈ ബൈപോളാർ സെൽസിൻ്റെ ആക്സോൺ, അതായത് സിനാപ്സിൻ്റെ ഭാഗം, റീജിയൻ, ഈ ആക്സോണ് ഗാംഗ്ലിയോണിക് സെൽസ്, റെറ്റിനയിൽ തന്നെ അടുത്ത ലെയറിലുള്ളതാണ് ഗാംഗ്ലിയോണിക് സെൽസ്. ഈ ഗാംഗ്ലിയോണിക് സെൽസിൻ്റെ ഡെൻഡ്രൈറ്റ് ആയിട്ട് സിനാപ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ എന്ന് പറയുന്നത് എന്താ? ബൈപോളാർ സെൽസ് ആണ് റെറ്റിനയിലുള്ള. ഈ ബൈപോളാർ സെൽസ് എന്ന് പറയുന്നത് അതേ റെറ്റിനയുടെ അടുത്ത ലെയറായിട്ടുള്ള ഗാംഗ്ലിയോണിക് സെൽസിൻ്റെ ഡെൻഡ്രൈറ്റ് ആയിട്ട് സിനാപ്സ് ആണ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് ആണ്. സെക്കൻഡ് ഓർഡർ ന്യൂറോൺ എന്ന് പറയുന്നത് സെക്കൻഡറി ന്യൂറോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗാംഗ്ലിയോണിക് സെൽസ് ആണ്. ഗാംഗ്ലിയോണിക് ലെയറിലെ ഗാംഗ്ലിയോണിക് സെൽസ് ആണ് എന്ത്?
ഈ പറയുന്ന സെക്കൻഡ് ഓർഡർ ന്യൂറോൺ. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഫോട്ടോ റിസപ്റ്റർ സെൽസിൽ നിന്നും മെസ്സേജ് വാങ്ങിക്കുന്ന ബൈപോളാർ സെൽസ് ആണെങ്കിൽ, സെക്കൻഡ് ഓർഡർ ന്യൂറോൺ എന്ന് പറയുന്നത് ബൈപോളാർ സെല്ലിൽ നിന്നും ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ഗാംഗ്ലിയോണിക് സെൽസ് ആണ്. ഗാംഗ്ലിയോണിക് സെൽസ് ഗാംഗ്ലിയോണിക് ലെയറിലാണ് എന്ത് കാണുന്നത്. അടുത്തത് തേർഡ് ഓർഡർ ന്യൂറോൺ. ഈ ന്യൂറോൺസ് ഉള്ളത് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിലാണ്. അതായത് വിഷ്വൽ കോർട്ടക്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി എന്ന് പറയുന്ന റീജിയൻ ഉണ്ട് തലാമസിൽ. ഈ റീജിയനിലാണ് എന്തെത്തുന്നത്, ഈ ന്യൂറോൺ തേർഡ് ഓർഡർ ന്യൂറോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ പറഞ്ഞു ബൈപോളാർ സെൽസ്, സെക്കൻഡ് ഓർഡർ ഗാംഗ്ലിയോണിക് സെൽസ്, തേർഡ് ഓർഡർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിലുള്ള ന്യൂറോൺസ് ആണ് തേർഡ് ഓർഡർ ന്യൂറോൺസ്. ഈ ന്യൂറോൺസ് ആണ് വിഷ്വൽ കോർട്ടക്സിലേക്ക് മെസ്സേജ് കൊടുക്കുന്നത്. ഇനി ഈ മെസ്സേജ് പോകുന്നത് രണ്ട് പാത്വേയിലൂടെയാണ്. ഒന്ന് പ്രൈവറ്റ് പാത്വേയും രണ്ടാമത് ഡിഫ്യൂസ് പാത്വേയും. പ്രൈവറ്റ് പാത്വേ എന്ന് പറഞ്ഞാൽ ഫോവിയ സെൻട്രാലിസ് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട് റെറ്റിനയിൽ. അതൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഡീപ്പ് ഡിപ്രഷനാണ്. ഇവിടെയാണ് എന്താണ് അക്യുറേറ്റ് ആയിട്ടുള്ള വിഷ്വൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വിഷ്വൽ അക്യുവിറ്റി ഹയസ്റ്റ് ആയിരിക്കുന്നത് ഈ ഒരു ഫോവിയ എന്ന് പറയുന്ന റീജിയനിലാണ്. അപ്പോൾ ഈ ഫോവിയയിലൂടെ കടന്നു പോകുന്ന പാത്വേയാണ് എന്ത്, ഈ പറയുന്ന പ്രൈവറ്റ് പാത്വേ. അവിടെ സെപ്പറേറ്റ് ബൈപോളാർ സെൽസ് ഉണ്ടായിരിക്കും. ഈ സെപ്പറേറ്റ് ബൈപോളാർ സെൽസും ഓരോ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഗാംഗ്ലിയോണിക് സെല്ലിനായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതേസമയം ഡിഫ്യൂസ് പാത്വേയിലാണെങ്കിൽ ഒരു നമ്പർ ഓഫ് കോൺസും റോഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, പോളിസിനാപ്റ്റിക് ബൈപോളാർ സെൽസ് ആയിട്ട് കണക്റ്റഡ് ആണ്. അവിടെ സെപ്പറേറ്റഡ് ആയിട്ടില്ല. അതേപോലെ തന്നെ ഈ ബൈപോളാർ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, കണക്റ്റഡ് ടു ഡിഫ്യൂസ്ഡ് ഗാംഗ്ലിയോണിക് സെൽസ്. അവർ തമ്മിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ബൈപോളാർ സെൽസും ഗ്രൂപ്പ് ഓഫ് ഗാംഗ്ലിയോണിക് സെൽസും ആണ് എന്ത് ചെയ്യുന്നത്, ഓവർലാപ്പ് ചെയ്യുന്നത്. ഈ പാത്വേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദി ഫോവിയ. പ്രൈവറ്റ് പാത്വേ എന്ന് പറയുന്നത് ഫോവിയയിലാണ് ഉള്ളത്. ഡിഫ്യൂസ് എന്ന് പറയുന്നത് ഫോവിയയുടെ ഔട്ട്സൈഡ് പാത്വേ ആണ്. ഇനി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം, ചാർട്ട് നോക്കാം. വിഷ്വൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന റെറ്റിനയിൽ, അതായത് ഫോട്ടോ റിസപ്റ്റേഴ്സിൽ നിന്ന് ഇമ്പൾസസ് ആര് വാങ്ങിക്കും, ബൈപോളാർ സെൽസ്. റെറ്റിനയുടെ ഇന്നർ ന്യൂക്ലിയർ ലെയറിലുള്ള ബൈപോളാർ സെൽസ് മെസ്സേജിനെ വാങ്ങിക്കും, ഇമ്പൾസിനെ വാങ്ങിക്കും. ആ ന്യൂറോൺസ് ആണ് എന്ത് പറയുന്നത്, ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ്. ഇനി ആ ബൈപോളാർ സെൽസ് ആർക്ക് കൊടുക്കും, ഇമ്പൾസിനെ സെക്കൻഡ് ഓർഡർ ന്യൂറോണിന് കൊടുക്കും. ഈ സെക്കൻഡ് ഓർഡർ ന്യൂറോൺ എന്ന് പറയുന്നത് റെറ്റിനയിലെ ഗാംഗ്ലിയോണിക് ലെയറിലെ ഗാംഗ്ലിയോണിക് സെൽസ് ആണ്. അടുത്തത് ഒപ്റ്റിക് നെർവ്. അതായത് ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഗാംഗ്ലിയോണിക് സെൽസ് കഴിഞ്ഞിട്ടാണ്. ഒപ്റ്റിക് നെർവ് ഈ മെസ്സേജ് റിസീവ് ചെയ്തിട്ട് ഒപ്റ്റിക് കയാസ്മ എന്ന് പറയുന്ന റീജിയൻ, പിന്നീട് ഒപ്റ്റിക് ട്രാക്ട് എന്ന് പറയുന്ന റീജിയൻ കഴിഞ്ഞിട്ടാണ് എവിടേക്ക് എത്തുന്നത്, തേർഡ് ഓർഡർ ന്യൂറോണായ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയുടെ റീജിയനിലേക്ക് എത്തുന്നത്. അവിടുന്ന് ഒപ്റ്റിക് റേഡിയേഷൻസ് വഴി വിഷ്വൽ കോർട്ടക്സിലേക്ക് എത്തുന്നതാണ് വിഷ്വൽ പാത്വേ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് ഒപ്റ്റിക് നെർവ് എന്താ, ഒപ്റ്റിക് കയാസ്മ എന്താ, ഒപ്റ്റിക് ട്രാക്ട് എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വിഷ്വൽ പാത്വേയിൽ ഉള്ള റീജിയൻസ് ആണ് ഒപ്റ്റിക് നെർവ്, ഒപ്റ്റിക് കയാസ്മ, ഒപ്റ്റിക് ട്രാക്ട്, LGB എന്ന് പറയുന്ന റീജിയൻ, പിന്നീട് വിഷ്വൽ കോർട്ടക്സ്. അതിൽ ഫസ്റ്റ് വൺ ഒപ്റ്റിക് നെർവ്. അതായത് റെറ്റിനയിൽ നിന്ന് മെസ്സേജ് നേരെ പോകുന്നത് എവിടേക്കാണ്, ഈ ഒപ്റ്റിക് നെർവിലേക്കാണ്. അതായത് ഗാംഗ്ലിയോണിക് സെൽസിൻ്റെ ആക്സോണ്, അതായത് സെൽ ബോഡി കഴിഞ്ഞിട്ടുള്ള സിനാപ്റ്റിക് നോബൊക്കെ ഉള്ള റീജിയൻ ആണ് എന്ത്, ഗാംഗ്ലിയോണിക് സെൽസിൻ്റെ ആക്സോൺ എന്ന് പറയുന്നത്. ആ റീജിയൻ ആണ് എന്ത്, ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഒപ്റ്റിക് നെർവ് അയിന്ന് പോകുന്നത് ഒപ്റ്റിക് ഡിസ്ക് വഴിയാണ്. റെറ്റിനയുടെ ടെമ്പോറൽ പാർട്ട് ക്യാരി ചെയ്യുന്നത് ലാറ്ററൽ പാർട്ട് ഓഫ് ദി നെർവാണ്. അതേപോലെ തന്നെ ഈ റെറ്റിനയുടെ ടെമ്പോറൽ റീജിയനിൽ നിന്നുള്ള ന്യൂറോൺസ്, നെർവുകൾ അതേ കണ്ണിൻ്റെ തന്നെ നേസൽ
ഹാഫിലേക്കാണ് വരുന്നത്. അതേപോലെ തന്നെ നേസൽ റീജിയനിലുള്ള നെർവുകൾ അത് അതേ കണ്ണിൻ്റെ തന്നെ ടെമ്പോറൽ ഹാഫിലേക്കാണ് വരുന്നത്. അടുത്തത് ഒപ്റ്റിക് കയാസ്മ. ഒപ്റ്റിക് കയാസ്മ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നെർവ് ഫൈബേഴ്സ്, ഓരോ ലൈനിലും നെർവ് ഫൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ നെർവ് ഫൈബേഴ്സ് ക്രോസ് ചെയ്ത് പോവും, മിഡ് ലൈനിലൂടെ ക്രോസ് ചെയ്ത് പോവും. ആ റീജിയനാണ് ഒപ്റ്റിക് കയാസ്മ എന്ന് പറയുന്നത്. ഇത് ചിത്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറയുന്ന ഈ റെഡ് നിറത്തിൽ കാണിച്ചിരിക്കുന്നത് നേസൽ ഫീൽഡും ബ്ലൂ നിറത്തിലുള്ളത് ടെമ്പോറൽ വിഷ്വൽ ഫീൽഡുമാണ്. ഈ ടെമ്പോറൽ റീജിയനിൽ വരുന്ന വിഷ്വൽ ഫീൽഡ് എവിടേക്ക് എത്തുന്നത്? ഈ പറയുന്ന നേസൽ ഫൈബേഴ്സ് എത്തുന്നത് ഈ റീജിയണിക്കാണ്, ഓപ്പോസിറ്റ് റീജിയണിക്കാണ്. അതേപോലെ തന്നെ നേസലിൽ വരുന്നത് ടെമ്പോറൽ പാർട്ടിലേക്കും ടെമ്പോറൽ എന്ന് വരുന്നത് മീഡിയൽ റീജിയണിക്കാണ് വരുന്നത് മെസ്സേജുകൾ. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിലും അതേ റീജിയനാണ്. നേസൽ റീജിയൻ വരുന്ന വിഷ്വൽ ഫീൽഡിൻ്റെ ഇമ്പൾസ് എവിടേക്ക് എത്തുന്നത്? ടെമ്പോറൽ റീജിയൻ ഓഫ് ദി സെയിം ഐ. ആ റെഡ് ആരോ പോകുന്നത് കണ്ടോ ഓപ്പോസിറ്റ് സൈഡിലേക്ക്? അതേപോലെ ടെമ്പോറൽ റീജിയനിൽ നിന്ന് വരുന്ന വിഷ്വൽ ഫീൽഡ് എവിടേക്ക് എത്തുന്നത്? ഈ പറയുന്ന മീഡിയൽ റീജിയൻ ഓഫ് റൈറ്റ് ഐയിലേക്കാണ് എത്തുന്നത്. ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒപ്റ്റിക് നെർവുകൾ ക്രോസ് ചെയ്യും. അതായത് നേസൽ ഫൈബേഴ്സ് എന്ത് ചെയ്യും? ക്രോസ് ചെയ്തിട്ട് തൊട്ടടുത്ത ഒപ്റ്റിക് ട്രാക്റ്റിലേക്ക് പോകും. ഈ ലെഫ്റ്റ് സൈഡ് ഈ പറയുന്ന ടെമ്പോറൽ റീജിയനിലുള്ള നെർവ് ഫൈബേഴ്സ് സെയിം സൈഡിൽ കൂടെ പോകുന്നത്. എന്നാൽ ഈ നേസൽ റീജിയനിലുള്ള നെർവ് ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്തിട്ട് പോകുന്നു. ഇങ്ങനെ ഈ ക്രോസ് ചെയ്യുന്ന റീജിയനാണ് എന്ത്? ഒപ്റ്റിക് കയാസ്മ എന്ന് പറയുന്നത്. ഒരു എക്സ് ഷേപ്പ്ഡ് റീജിയനാണ് എന്ത്? ഈ ഒപ്റ്റിക് കയാസ്മ എന്ന് പറയുന്ന റീജിയൻ. ഈ ഒപ്റ്റിക് കയാസ്മയിൽ നിന്ന് പിന്നീട് ഒപ്റ്റിക് ട്രാക്റ്റ് വഴിയാണ് ഈ റെഡ് അല്ലെങ്കിൽ ബ്ലൂ, ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ ബ്ലൂ കളറിൽ കാണുന്ന റീജിയൻ ആണ് എന്ത്? ഒപ്റ്റിക് ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക് ട്രാക്റ്റ് വഴിയാണ് നെർവ്സ് എന്ത് ചെയ്യുന്നത്? ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിൽ എത്തുന്നത്. തലാമസിലെ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിലേക്ക് എത്തുന്നത് ഈ പറയുന്ന ഒപ്റ്റിക് ട്രാക്റ്റ് വഴിയാണ്. ഇനി ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിലേക്ക് എത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് അടുത്ത ന്യൂറോൺ, തേർഡ് ഓർഡർ ന്യൂറോൺസ് എവിടേക്ക് എത്തിക്കുന്നു? ഒപ്റ്റിക് റേഡിയേഷൻസ് വഴി വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്ന റീജിയണിലേക്ക് എത്തിക്കുന്നു. ഞാൻ കാണിച്ചു. ഒപ്റ്റിക് ട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അൺക്രോസ്ഡ് ഫൈബേഴ്സ് ഓഫ് ഒപ്റ്റിക് നെർവ്. അതായത് ക്രോസ് ചെയ്യാത്ത ഒപ്റ്റിക് നെർവ് ഫൈബേഴ്സ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒപ്റ്റിക് ട്രാക്റ്റ് ഉണ്ടാവുന്നത് സെയിം സൈഡിലെ. അതേപോലെ തന്നെ ക്രോസ് ചെയ്ത് വരുന്ന ഒപ്റ്റിക് നെർവ്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ക്രോസ് ചെയ്ത് വരുന്ന നെർവും കൂടിയിട്ട് മിക്സ് ആയിട്ടാണ് എന്തുണ്ടാവുന്നത്? ഈ ഒപ്റ്റിക് ട്രാക്റ്റ് ഉണ്ടാവുന്നത്. ഈ ഒപ്റ്റിക് ട്രാക്റ്റ് നേരെ വരുന്നത് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിലേക്കാണ് അവസാനിക്കുന്നത്. ഈ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിൽ നിന്നാണ്, LGB എന്നാണ് ഒപ്റ്റിക് റേഡിയേഷൻസ് അറൈസ് ചെയ്യുന്നത്. ഈ ഒപ്റ്റിക് റേഡിയേഷൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് റിലേ ഓഫ് വിഷ്വൽ പാത്വേ. അതായത് വിഷ്വൽ പാത്വേയുടെ ലാസ്റ്റ് ഏരിയയാണ് എന്ത് പറയുന്നത്? ഈ ഒപ്റ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ചില സമയത്ത് ഒപ്റ്റിക് റേഡിയേഷൻസ് നേരിട്ട് വിഷ്വൽ കോർട്ടക്സിലേക്ക് എത്തുക ചെയ്യാം. അതായത് ചില നെർവ് ഫൈബേഴ്സ് എന്ത് ചെയ്യും? ഒപ്റ്റിക് ട്രാക്റ്റ് എവിടെ വന്നിട്ട് എൻഡ് ചെയ്യും? LGBയിൽ വന്നിട്ട് എൻഡ് ചെയ്യും. പക്ഷെ അതേസമയം ചില കേസിൽ എന്ത് ചെയ്യും? ഒന്നുകിൽ സുപ്പീരിയർ കോളിക്കുലസിലോ അല്ലെങ്കിൽ പ്രീഡക്റ്റൽ ന്യൂക്ലിയസിലോ സൂപ്രാ ഒപ്റ്റിക് ന്യൂക്ലിയസ് ഓഫ് ഹൈപ്പോതലാമസിലോ ആണ് എന്ത് ചെയ്യുക? വന്ന് എൻഡ് ചെയ്യുക. സുപ്പീരിയർ കോളിക്കുലസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിഫ്ലെക്സ് മൂവ്മെൻ്റ് ആയിട്ട്, ഐബോളിൻ്റെ റിഫ്ലെക്സ് മൂവ്മെൻ്റ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണക്റ്റഡ് ആണ്. പ്രിഡക്റ്റൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ലൈറ്റ് റിഫ്ലെക്സിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺസൈൻ ചെയ്യുന്നുണ്ട്. സൂപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആനിമൽസിലാണ് മെയിനായിട്ട് കാണുക.
അതിന് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളൊന്നും എവിടെ ഇല്ല, ഹ്യൂമൻ ബീങ്സിലില്ല. ഇനി ഒപ്റ്റിക് റേഡിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഈ നെർവ് ഫൈബേഴ്സ് ആണ്, അല്ലെങ്കിൽ റേഡിയേഷൻസ് ആണ് ഓപ്റ്റിക് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. അത് എവിടെ എൻഡ് ചെയ്യും, വിഷ്വൽ കോർട്ടക്സിൽ, സെറിബ്രൽ കോർട്ടക്സിലെ വിഷ്വൽ കോർട്ടക്സിലാണ് ഈ പറയുന്ന ഒപ്റ്റിക് റേഡിയേഷൻസ് എൻഡ് ചെയ്യുന്നത്. ഇനി എന്താണ് വിഷ്വൽ കോർട്ടക്സ്? വിഷ്വൽ കോർട്ടക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പ്രൈമറി കോർട്ടിക്കൽ സെൻറ്റർ ആണ് എന്ത്, വിഷന്, ഫോർ വിഷൻ. എവിടെയാണ് കാണുന്നത്, ഒസിപ്പിറ്റൽ ലോബിൽ. സെറിബ്രൽ കോർട്ടക്സിലെ ലോബുകൾ 4 പഠിച്ചിട്ടുണ്ട്, ഫ്രണ്ടൽ, പാരിയറ്റൽ, ഒസിപ്പിറ്റൽ ആൻഡ് ടെമ്പോറൽ. അല്ല ഒസിപ്പിറ്റൽ ലോബിലാണ് വിഷ്വൽ കോർട്ടക്സ് ഉള്ളത്. ഇനി വിഷ്വൽ കോർട്ടക്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൈമറി വിഷ്വൽ ഏരിയ എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്, അത് വിഷ്വൽ ഇമ്പൾസിൻ്റെ പെർസെപ്ഷനെ കൺസേൺ ചെയ്യുന്നുണ്ട്. അടുത്ത ഏരിയയാണ് ഏരിയ 18 അഥവാ സെക്കൻഡറി വിഷ്വൽ ഏരിയ അല്ലെങ്കിൽ വിഷ്വൽ അസോസിയേഷൻ ഏരിയ എന്ന് പറയുന്നത്. അത് വിഷ്വൽ ഇമ്പൾസസിൻ്റെ ഇൻ്റർപ്രിട്ടേഷനെയാണ് കൺസേൺ ചെയ്യുന്നത്. അടുത്തത് ഒസിപ്പിറ്റൽ ഐ ഫീൽഡ് ഏരിയ 19 എന്ന് പറയുന്നത് വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഐ. ഐയുടെ മൂവ്മെൻറ്റ്സിനായിട്ട് കൺസേൺഡ് ആണ് ആര്, ഈ പറയുന്ന ഒസിപ്പിറ്റൽ ഐ ഫീൽഡ് ഏരിയ എന്ന് പറയുന്നത്. ഇത്രയും കഴിഞ്ഞാൽ വിഷ്വൽ പാത്വേ അവസാനിച്ചിരിക്കുന്നു.